ഹലോ സ്റ്റുഡൻസ്, ഈ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സ്ലിപ്പിനെ പറ്റിയാണ്. സ്ലിപ്പിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിനെ പറ്റി വെറുതെ ഞാൻ ഓടിച്ചെന്ന് പറയാം. നമ്മൾ ഓർമ്മിക്കണം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡക്ഷൻസ് മോട്ടറിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡക്ഷൻസ് മോട്ടർ നിങ്ങളൊരുമാതിരി ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലിപ്പ് എന്നതിനെ പറ്റി. എന്താണ് സ്ലിപ്പ്? ഇവിടെ നോക്കൂ, ഈ പടത്തിലൊന്ന് ശ്രദ്ധിക്കുക. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഇൻഡക്ഷൻസ് മോട്ടറാണ്. ഇൻഡക്ഷൻ മോട്ടറിന്റെ ഈ ഫ്രണ്ടിലെ കവർ എടുത്ത് മാറ്റി വെച്ചിരിക്കുക. ഫ്രണ്ടിൽ ഒരു കവറുണ്ട്, ആ കവർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അകം കാണാം, ഇൻസൈഡ് കാണാം. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റേറ്ററാണ്, അതായത് ഇതിന്റെ പുറം ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ടെർമിനൽ ബോക്സ്, 3 ഫേസ് സപ്ലൈ കൊടുക്കുന്ന ടെർമിനൽ ബോക്സ് ആണ് മുകളിലുള്ളത്. അതിന്റെ അകത്തുള്ള വൈൻഡിങ്, ഈ സ്റ്റേറ്ററിനകത്തുള്ള വൈൻഡിങ് ആണ് കാണിച്ചേക്കുന്നത്, കോപ്പർ വൈൻഡിങ് ആണ് കാണിച്ചേക്കുന്നത്. അതിന് നേരെ അടി കാണുന്ന ഈ ഭാഗം, ഇവിടുത്തെ കാണിക്കുന്ന ഈ ഭാഗമാണ് റോട്ടർ. ഈ റോട്ടറാണ്. ഈ റോട്ടറിന്റെ ഷാഫ്റ്റ് ആണ് നമ്മുടെ ഇങ്ങനെയാണ്. ഈ ഷാഫ്റ്റ് വെളിയിലേക്ക് വരും. ഇവിടുത്തെ കവർ വെച്ച് അടച്ചു കഴിയുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല. ഈ ഷാഫ്റ്റ് മാത്രം വെളിയിൽ കുറച്ച് കാണും. ഇവിടെ നമുക്കൊരു പുള്ളി വേണം ഫിറ്റ് ചെയ്യാം. ആ പുള്ളിയിൽ നിന്ന് നമുക്ക് പുള്ളി കണ്ടിട്ടുണ്ടല്ലോ, പുള്ളിയിൽ നിന്ന് നമുക്ക് ബെൽറ്റ് ഇട്ടിട്ട് നമ്മുടെ മെഷീൻസ് അവിടെ മെഷീൻ ഇരിക്കുന്ന ആ മെഷീനിലേക്ക് കൊടുക്കുക. ആ മെഷീൻ കറക്കുകയും ചെയ്യാം. അപ്പൊ ഇതാണ് ഈ പടത്തിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ സപ്ലൈ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ സ്റ്റേറ്ററിനകത്തുള്ള വൈൻഡിങ്ങിനകത്ത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് വേറെ പേര് പറഞ്ഞു ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്ന സ്പീഡിനെ പറ്റി നമ്മൾ പറഞ്ഞു, സിങ്ക്രണസ് സ്പീഡ് എന്ന് പറഞ്ഞു. അപ്പൊ സിങ്ക്രണസ് സ്പീഡിൽ ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങാം, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങാം. അത് ഡിപ്പെൻഡ് പോകുന്ന എന്തിനെ ആശ്രയിച്ചാണ്? കഴിഞ്ഞ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്താണ്. മോളിൽ നമ്മൾ ABC എന്ന് 3 ടെർമിനലാണുള്ളത്. ആ ടെർമിനൽ 3 നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ തിരിച്ച് ക്ലോക്ക് വൈസ് ആയിട്ട് കറക്കണമെങ്കിൽ നമ്മളിവിടെ മുകളിലെ 2 ടെർമിനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം പറഞ്ഞതാണ്. ഇനി നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ റോട്ടർ ഇവിടെ അനങ്ങാതിരിക്കുന്നത്, സ്റ്റാൻഡ് സ്റ്റിൽ. അപ്പോൾ ഇവിടെ സപ്ലൈ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ സിങ്ക്രണസ് സ്പീഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, റോട്ടർ അനങ്ങാതിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ റോട്ടറിനകത്തുള്ള കണ്ടക്ടറെ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അവിടെ ഇൻഡ്യൂസ് EMF അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കറണ്ട് അതിലുണ്ടാകും. ആ കറണ്ട് ഉണ്ടപ്പോൾ അവിടെ എന്താ, ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു കറണ്ടുകാരിയും കണ്ടക്ടർ ഇരിക്കുക എന്ന പോലെ ആവും. ഓർമ്മിക്കണം നിങ്ങൾ. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ ഇതൊരു കറണ്ടുകാരിയും കണ്ടക്ടറായിട്ട് മാറും. കറണ്ടുകാരിയും കണ്ടക്ടറായി കഴിയുമ്പോൾ അതിലൊരു സെർട്ടൻ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ റോട്ടർ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങും. മനസ്സിലാക്കണം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത്. റോട്ടർ ഇങ്ങനെ കറങ്ങും. ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്, ഈ റോട്ടറിന്റെ കറക്കം, അത് ഇവിടെ സിങ്ക്രണസ് സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന റോട്ടർ കറങ്ങാതിരിക്കുകയാണെങ്കിൽ ഈ റോട്ടറും ഈ സിങ്ക്രണസ് സ്പീഡും തമ്മിലൊരു റിലേഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് അനങ്ങാതിരിക്കുകയാണെങ്കിൽ ഇത് റോട്ടർ അനങ്ങാതിരിക്കുന്നു, സ്റ്റാൻഡ് അനങ്ങാതിരിക്കുന്നു, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഇവ തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് വളരെ വലുതായിരിക്കും, ഹൈ സ്പീഡായിരിക്കും. റിലേറ്റീവ് സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അപ്പോഴാണ് ഉണ്ടാകുന്ന ടോർക്ക്. ഞാൻ പറഞ്ഞു, ഇവിടെ ടോർക്ക് ഉണ്ടാകും, ഹൈ ഇൻഡ്യൂസ് EMF ഉണ്ടാകും, റോട്ടറെ ഇൻഡ്യൂസ് EMF ഉണ്ടാകും. ഇൻഡ്യൂസ് EMF കറണ്ട് ഉണ്ട്, കറണ്ടുകാരും കണ്ടക്ടറായിട്ട് അത് മാറും. അവിടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് കറങ്ങും. ഇനി ഇതിനിവിടെ വെയിറ്റ് ഉണ്ട്, ഈ റോട്ടറിന് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്ന അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഈ റോട്ടർ കറങ്ങുന്നത്. അപ്പോൾ ഈ റോട്ടറിന് ഒരു സെർട്ടൻ വെയിറ്റ് ഉള്ളത് കൊണ്ട് അവിടെ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്ന അതേ സ്പീഡിൽ റോട്ടറിനെ നമുക്ക് കറക്കാൻ പറ്റത്തില്ല. അപ്പോൾ കാരണം എന്താണ്? ഇതിനൊരു സെർട്ടൻ വെയിറ്റ് ഉണ്ട്,
വെയിറ്റ് ഉണ്ട്. ഇപ്പൊ അത് മാത്രമല്ല, ഇവിടെ നമ്മൾ ഇവിടെ നമ്മളൊരു പുള്ളിയെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ലോഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു മെഷീൻസ് ഉണ്ടെങ്കിൽ അതിൽ ഈ ലോഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇതിന്റെ സ്പീഡിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ റിലേറ്റീവ് സ്പീഡ് വ്യത്യാസം ഉണ്ടാവും. രണ്ടെണ്ണം തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ആ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുമ്പം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇനി ഏതെങ്കിലും കാരണവശാൽ നമ്മൾ പഠിക്കുകയാണ് ഈ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം സ്പീഡിൽ റോട്ടർ കറങ്ങുകയാണെങ്കിൽ, നോക്കൂ, ഈ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഈ റോട്ടറും അതേ സെയിം സ്പീഡ് കറങ്ങുകയാണെങ്കിൽ ഇവ തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് 0 ആയിരിക്കും. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് അപ്പോൾ 0 ആണെങ്കിൽ ഇത് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പൊ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യില്ല, കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലെങ്കിൽ എന്താണ്, ഈ റോട്ടറെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ടോർക്ക് ഇല്ലെങ്കിൽ റോട്ടർ കറങ്ങത്തില്ല. അപ്പൊ അതാണ് ഈ ക്ലാസ്സിനകത്ത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം റോട്ടർ, ഈ മോട്ടറിന്റെ സിൻക്രണസ് സ്പീഡ് റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് കറക്കുമ്പോൾ റോട്ടർ അതിനെ കഴിഞ്ഞും അല്പം സ്പീഡ് കുറഞ്ഞായിരിക്കും കറങ്ങുന്നത് എപ്പോഴും. അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു തിയറി. ഇനി നമ്മൾ നോക്കൂ, ഇത് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകും വേഗം. ഇനി നമുക്കിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. In practice, the rotor never succeed in catching up to the stator field. ഈ റോട്ടർ ഒരിക്കലും റോട്ടറിന്റെ സ്പീഡ് ഇവിടുത്തെ സിൻക്രണസ് സ്പീഡിലേക്ക് എത്താനായിട്ട് കഴിയത്തില്ല. ഇനി if it really did so, അങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? മുമ്പ് ഞാൻ പറഞ്ഞേ, അങ്ങനെ സംഭവിച്ചാൽ എന്താ, then there would be no relative speed between the two. അപ്പോൾ തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് ഇല്ലാതെ വരും. അപ്പോഴോ hence no rotor EMF. അവിടെ ഇപ്പോൾ റോട്ടറെ EMF ഉണ്ടാകില്ല. നോ റോട്ടർ കരണ്ടും ഇല്ല. ആൻഡ് നോ ടോർക്ക് ടു മെയിൻറ്റെയിൻസ് ദ റൊട്ടേഷൻ ചെയ്യാനുള്ള ടോർക്ക് ഇവിടെ ഉണ്ടാകില്ല. അതാണ് ഈ ഓർത്തിരിക്കേണ്ടത്. That is why the rotor runs at a speed which is always less than the speed of the stator field. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിനെ കഴിഞ്ഞും കുറവായിരിക്കും റോട്ടറിന്റെ സ്പീഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. The difference in speed depend upon the load on the motor. അതിനുണ്ടാകുന്ന ആ ഡിഫറൻസ് സ്പീഡ് ഈ ലോഡ് കൊടുക്കുമല്ലോ, നമ്മൾ മോട്ടറിൽ കൊടുക്കുന്ന ലോഡിനെ ഡിപ്പെൻഡ് ചെയ്ത്. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞാണ്. ഇനി നോക്കോളൂ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിൻക്രണസ് സ്പീഡ് ns ആൻഡ് ദ ആക്ച്വൽ സ്പീഡ് n ഓഫ് ദ റോട്ടർ ഈസ് നോൺ ആസ് സ്ലിപ്പ്. ഉണ്ട്. അപ്പൊ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിൻക്രണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്നതിനാണ് സിൻക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. അത് ആക്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത് റോട്ടർ കറങ്ങാണ്. അത് നമ്മൾ എന്നും റെപ്രസെന്റ് ചെയ്യും. അതിന്റെ റോട്ടർ ഈസ് നോൺ ആ സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Though it may be expressed in so many revolutions per seconds, yet it is usual to express it as the percentage of the synchronous speed. ഇതിനെ നമുക്ക് percentage of the synchronous speedലേക്കും എഴുതാൻ പറ്റും. The percentage of the synchronous speed നോക്കുള്ളൂ. Percentage of the synchronous സ്ലിപ്പ് S is equal ns. ns എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞു ഞാൻ. റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് സിൻക്രണസ് സ്പീഡ് കറങ്ങുകയാണ് ns മൈനസ് n എന്നത് ആക്ച്വൽ സ്പീഡ് n ഡിവൈഡഡ് ബൈ ns ഇൻറ്റു 100. ഇങ്ങനെയും നമുക്ക് എഴുതാൻ പറ്റും. ഇനി അത് അടുത്ത് നോക്കുക. സം ടൈം ns മൈനസ് n ഈസ് കോൾഡ് ദ സ്ലിപ്പ് സ്പീഡ്. സ്ലിപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ns മൈനസ് n ഈസ് കോൾഡ് ദ സ്ലിപ്പ് സ്പീഡ്. അപ്പൊ ഇവിടെ ns മൈനസ് n ഈസ് കോൾഡ് ദ സ്ലിപ്പ് സ്പീഡാണ്. അപ്പൊ ഇവിടെ സ്ലിപ്പ് സ്പീഡ് എപ്പോഴും ഉണ്ടായിരിക്കണം. സ്ലിപ്പ് സ്പീഡ് ഇല്ലെങ്കിൽ ഇത് റോട്ടർ ഒരിക്കലും കറങ്ങത്തില്ല. അതാണ് ഈ ക്ലാസ്സിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്ന അതേ സ്പീഡ് റോട്ടറിനെ കറങ്ങാനില്ല. ഇവ റോട്ടറിന്റെ സ്പീഡ് വളരെ കുറച്ച് പുറയിലായിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ സ്ലിപ്പ് ഉണ്ടാവുള്ളൂ. ആ സ്ലിപ്പ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ റോട്ടറിനകത്ത് ടോർക്ക് ഉണ്ടാകൂ. ടോർക്ക് ഉണ്ടായാൽ മാത്രമേ റോട്ടർ കറങ്ങുകയുള്ളൂ. അതാണ് ഈ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഹലോ സ്റ്റുഡൻസ്, ഈ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ.